സ്വാഗതം. ക്രിസ്മസ് പ്രമാണിച്ച് CSI സിയോൻകുന്ന് ചർച്ചിൽ ഒരുക്കിയിരുന്ന ലൈറ്റ് കാണാൻ പോയതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. പള്ളിയിലെ ക്രിസ്മസ് പ്രോഗ്രാമിന്റെ തിരക്കുകൾ കാരണം ഒരുപാട് ചർച്ചൊന്നും വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കഴിയുന്നത്ര ചർച്ച് കാണാൻ പോയി. തൊട്ടടുത്തൊക്കെയുള്ള ചർച്ചാണ് കേട്ടോ കൂടുതലും കാണാൻ പോയത്. അപ്പോൾ സിയോൻകുന്ന് ചർച്ചും ഏകദേശമൊക്കെ അടുത്താണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. എൻട്രൻസിൻ്റെ അവിടെ തന്നെ നല്ലൊരു ക്രിസ്മസ് ട്രീയുടെയൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്കൂട്ടറിൽ പോകുന്ന ഒരു സാന്റാ ക്ലോസിന് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അതൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേരുടെ തിരക്കുണ്ടായിരുന്നു. പിന്നെ പള്ളിയുടെ അകത്തോട്ട് കയറുമ്പോൾ മെയിൻ ഹൈലൈറ്റിങ് റോഡിലേക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ ഒരു ക്രിസ്മസ് ട്രീ. പിന്നെ അവരൊരു ഒട്ടകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പോയത് നല്ല രാത്രി ആയത് കാരണം ഒട്ടകത്തിൻ്റെ ഫേസ് ക്ലിയർ ആവാത്തത് കാരണം ഞാൻ ഒരു സ്മൈലി ഇട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് സിയോൻകുന്ന് ചർച്ച്. ഞാൻ ആദ്യമായിട്ടാണ് സിയോൻകുന്ന് ചർച്ചിൽ പോകുന്നത്. പിന്നെ നമ്മളുടെ കണ്ണെത്താത്ത ദൂരം വരേക്കും അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് ലൈറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരു റെയിൻഡിയറിൻ്റെ വാഹനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കയറിയിരുന്ന സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ഹൈ കയറാൻ പോയിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല എഫേർട്ട് ഇട്ട് നല്ല പണിപ്പെട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. പഞ്ഞിയും വാംലൈറ്റൊക്കെ വെച്ചിട്ട് നല്ലൊരു മഞ്ഞിൻ്റെ എഫക്റ്റ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ മെയിൻ സ്റ്റേജിൽ അവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഞങ്ങളൊന്ന് കാണാൻ നിന്നതേ ഉള്ളൂ. പിന്നെ വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് സമയമൊന്നും നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം ഞങ്ങൾ പോയത് ന്യൂ ഇയറിൻ്റെ രാത്രി December 31 പോയത്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകേണ്ടതുണ്ട്. അത് കാരണം അധികം ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്നത്ര വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഏരിയയിലും സ്നോ എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് പഞ്ഞിയൊക്കെ വെച്ച് നടക്കുന്ന വഴിയുടെയൊക്കെ ആ സൈഡിൽ ഒരു സ്നോ എഫക്റ്റും അതിൻ്റെ കൂടെ ഈ വാംലൈറ്റ് കിടിലമായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു പുൽക്കൂട്, ഒരു 2 പുൽക്കൂടാണ് അവിടെ കണ്ടത്. ഇതാണ് മെയിൻ ഹൈലൈറ്റ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴൊന്നും ഇതിൻ്റെ ഭംഗി എത്രത്തോളം അറിയത്തില്ല കേട്ടോ. ഈ ഒരു ട്രീ എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് കയറി ഇരിക്കാനുള്ള ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അമ്മയും പപ്പയും ഹൈയും ഒക്കെ അതിനകത്ത് കയറി നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര ഞാൻ നോക്കിയിട്ടും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ട്രീയുടെ ഫുള്ളി ഒരു ഫോട്ടോ കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അവസാനം എല്ലാവരും ഒക്കെ ഇറങ്ങി പോയപ്പോൾ ഞാനൊന്ന് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ നോക്കി. പിന്നെ നമ്മൾ അവരുടെയൊക്കെ പ്രൈവസി മാനിക്കണമല്ലോ. പിന്നെ അവിടെയുള്ള പ്രത്യേക ഹൈലൈറ്റാണ് ഈ വക സാധനങ്ങൾ. ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ, പിന്നെ ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത്. ആ മിക്ക സാധനത്തിനെയും അകത്ത് നമുക്ക് കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് കുറേ സമയം അവിടെ കയറിയിരിക്കാം. പക്ഷെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴും അപ്പയെ വിളിച്ചുകൊണ്ട് അവിടെ എല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവൾ സെർച്ച് ചെയ്ത് ഐസ്ക്രീം സെയിൽ ചെയ്യുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആ ചർച്ചിനകത്തേക്കൊക്കെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ ആ ക്യാമലിൻ്റെ ഫേസ് കിട്ടാത്തത് കൊണ്ട് ഏതെങ്കിലും ആംഗിളിൽ നിന്നെങ്കിലും കിട്ടുമെന്നൊക്കെ ഞാൻ നോക്കി. പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കണ്ടില്ല, പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ദൂരേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണെത്താത്ത ദൂരേക്ക് വരെയും പല ടൈപ്പിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ മാത്രമേ ഞാൻ പള്ളിയുടെ അവിടെ നിന്ന് കണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഹയ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെ ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിൽ ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ ഒന്ന് പള്ളിയിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പള്ളിയുടെ മെയിൻ എൻട്രൻസിൻ്റെ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു വൈറ്റ് കളർ റെഡിമെയ്ഡ് പുൽക്കൂടും ചെറിയൊരു പുൽക്കൂടും അതിന് തൊട്ട് പുറകിലായിട്ട് വൈറ്റ് കളർ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഹൈ ഒന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തു. പിന്നെ ഒന്ന് പള്ളി കയറി കാണാമെന്ന് വിചാരിച്ച് കയറി കേട്ടോ. പുറത്ത് നിന്ന് കണ്ടതുപോലെയല്ല, അകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ വെട്ടുകാട് ചർച്ചിലൊക്കെ പോകുന്ന ആ ഒരു ഫീലായിരുന്നു കേട്ടോ. ആ ഡോറിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ പിന്നെ ഒരു ഹോളി ആംബിയൻസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ചർച്ചിൻ്റെ അകത്തോട്ടൊക്കെ കയറുമ്പോൾ നമുക്കൊരു ഹോളി ആംബിയൻസ് കിട്ടത്തില്ലേ, ആ ഒരു ഫീലായിരുന്നു. പിന്നെ ആ പള്ളിയുടെ ഇൻറ്റീരിയർ, ആ ഒരു സീലിംഗ് ഒക്കെ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കി നിന്നു. അത്ര അട്രാക്റ്റീവ് ആയിട്ട് ആ സീലിങ്ങിലെല്ലാം ആ ലൈറ്റ്സും എല്ലാം നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് സമയം നിന്നപ്പോൾ അവിടുത്തെ പ്രെയറൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഞങ്ങൾ ഉടനെ തന്നെ ഇങ്ങ് ഇറങ്ങി. പിന്നെ ആ മെയിൻ ഡോറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ആ സ്റ്റെപ്സിൽ വരെ അവർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും നല്ല രസമാണ്. റണ്ണിങ് ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പുൽക്കൂട്, നല്ല രസമായിട്ട് ഒരു പുൽക്കൂട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ചർച്ചിലൊക്കെ ഞാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പുൽക്കൂടുകൾ നിരത്തി വെച്ചിരിക്കും. എണ്ണം കൂട്ടാനായിട്ട് ഒരുപാട് എണ്ണം വെച്ചിരിക്കും. പക്ഷെ മിക്കതും എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും ഒന്നും ഒരു പെർഫെക്റ്റ് ഫിനിഷിങ്ങോ പെർഫെക്ഷനോ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇവിടെ ഒരു 2-3 പുൽക്കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്ന് തന്നെ പറയാം.
പിന്നെ ഈ ഒരു ഏരിയ ഇത് പറയാതിരിക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ ആ കോർട്ട് ചെയ്തിരിക്കുന്നതിനകത്ത് നമുക്ക് കയറിയിരിക്കാം. പിന്നെ ഒരു ഡൈനിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഐസ്ക്രീം സെയിൽ ചെയ്യുന്നുണ്ട്. ആ ഐസ്ക്രീം നമുക്ക് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു ടേബിൾ ആ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെ ആ ടേബിളിൻ്റെ അവിടെ ചെന്നിരുന്ന് കഴിക്കാം. അപ്പോൾ ഇത് ഭയങ്കര രസമായിരുന്നു. ആ ഒരു സ്പേസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ സമയം അവിടെ ആ ഊഞ്ഞാലിലൊന്ന് കയറണമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. പക്ഷേ അതിനകത്തിരിക്കുന്ന പിള്ളേർ എഴുന്നേറ്റ് മാറുന്നേ ഉണ്ടായിരുന്നില്ല. വേറെയും കുട്ടികളൊന്ന് വെയിറ്റ് ചെയ്യുന്നു. അവർ മാറാതെ ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്നിട്ട് ഒന്ന് അവിടെ ഇരുന്നിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇരിക്കാനായിട്ട് സമയമില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇനി പള്ളിയിലേക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് ചുറ്റിയടിച്ച് വീഡിയോ എടുത്തിട്ട് വീണ്ടും ഇറങ്ങി. പിന്നെ അവിടെ പെറ്റ് ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഒരാളിന് 30 രൂപയാണ് എൻട്രി ഫീ. പക്ഷേ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തത് കാരണം അതിനകത്തും കയറിയില്ല. ഇതവിടെ ചർച്ച് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസിലാണ് കേട്ടോ ഈ വാട്ടർ ഫൗണ്ടൈനൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ റോഡിൽ ഇറങ്ങിയിട്ട് വീണ്ടും വരുമ്പോൾ റൈറ്റ് സൈഡാണ് നമ്മൾ ആദ്യം കണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ, അതായത് ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ ആ ഒരു ഏരിയയിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വലിയ ഗിറ്റാർ, വലിയൊരു ഗിഫ്റ്റ് ബോക്സ്. ഈ ഗിറ്റാറിനടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഗിഫ്റ്റ് ബോക്സിൻ്റെ ഒരു സൈഡിൽ കൂടെ കയറി മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങി വരാം. അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യാലിറ്റീസോട് കൂടിയാണ് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ ചെയ്തിരുന്നത്. മിക്കവാറും പള്ളികളിലൊക്കെ ഞാൻ ലൈറ്റ് കാണാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, ആ പള്ളിയുടെ 4 വശത്തുള്ള സ്പേസിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കും. കൂടാതെ വേണമെങ്കിൽ ആ റോഡിലും ഒക്കെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ സ്റ്റാർസും ആയിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചതിൽ വെച്ചിട്ട് അടുത്തുള്ള പ്രോപ്പർട്ടീസിലൊക്കെയാണ് ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ഐറ്റംസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ല, ആ ഗിഫ്റ്റ് ബോക്സ് വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു വീടാണ്. ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ വലിയൊരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗിഫ്റ്റ് ബോക്സിൻ്റെ അകത്ത് കയറാനും മറ്റേ സൈഡ് വഴി ഇറങ്ങി വരാനും ഒക്കെയുള്ള സ്പേസ് ആണ്. ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. അപ്പുറത്തെ വഴി കൂടെയൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും ഞങ്ങളൊന്ന് കയറുകയും സെൽഫിയും ഫോട്ടോയും ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സിയോൻകുന്ന് പള്ളിയിലെ ലൈറ്റ് കാണാനൊക്കെ പോയവരുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നിങ്ങളെ കാണിക്കാം. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.